ലോകത്ത് ഇന്ന് മറ്റു മതങ്ങളെ കുറിച്ചുള്ള ചർച്ച വേണ്ട, മുസ്ലിം സമുദായത്തെ മാത്രം എടുക്കാം. നമുക്ക് എന്തിന്റെ പേരിലാണ് നമുക്ക് പരാജയം സംഭവിച്ചിരിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പള്ളികളുടെ കുറവാണോ? ഇന്ന് നമുക്ക് പള്ളികളുടെ കുറവുണ്ടോ? കൊല്ലം ജില്ലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് പള്ളികളാണ്. കായംകുളം ഭാഗം എത്തുന്നതിന് മുമ്പ് നാടിന്റെ രണ്ടു ഭാഗത്തായിട്ട് പടച്ചറമ്പുരാൻ വാരി വിതറിയിരിക്കുന്നത്. അതോ പള്ളിയുടെ ഗേറ്റ് തുറക്കുന്നത് മുതൽ ഗ്രാനൈറ്റാണ്. അവിടെ മുതൽ ചവിട്ടിക്കൊള്ളണം. ബാത്റൂമിലൊക്കെ AC ആബിറ്റ് ചെയ്തിരിക്കും. ചില പള്ളികളുടെ ബാത്റൂം കഴിവത്തില്ല, തുറക്കാത്തത് അങ്ങനെ അടച്ചൊക്കെ ഇട്ടിരിക്കും. അത് യാത്രക്കാരും നാട്ടുകാരും ഒക്കെ അവരുടെ ആവശ്യം കഴിയുമ്പോൾ ബുദ്ധിമുട്ടിക്കുന്നു. അള്ളാഹുവിന്റെ പള്ളിയോടാണ് ചെയ്യുന്നതെന്ന് നമ്മൾ മറക്കരുത്. ശുദ്ധി ലോകത്ത് ഏറ്റവും വലിയ മതമെന്ന് ലോകത്ത് പഠിപ്പിച്ച ശുദ്ധി, അതിന്റെ അനുയായികളായ ഞാനും നിങ്ങളുമാണ് ഇത് ചെയ്യുന്നതെന്ന് മറക്കരുത്. അപ്പൊ റോഡ് മുതൽ ഗ്രാനൈറ്റാണ് പള്ളികളിൽ. എത്രയോ പള്ളികൾ AC പള്ളികൾ ഇന്ന് നിലവിലുണ്ടല്ലോ, സെന്റർ AC ഉള്ള പള്ളികൾ. കൊല്ലം ജില്ലയിൽ ഒരു പള്ളിയിൽ 41 ജുമഅക്ക് മുടങ്ങാതെ പോയാൽ 15 ലക്ഷം രൂപ കിട്ടും കയ്യിൽ. 41 ജുമ മുടങ്ങാതെ പോകണം. മിക്കവാറും ഞാൻ പ്രസംഗം കഴിഞ്ഞിറങ്ങുമ്പോൾ ഒന്ന് ചോദിക്കും, സാർ ആ പള്ളിയിൽ അഡ്രസ് തരും, പണം കിട്ടുമെന്ന് പറഞ്ഞ എന്ത് കാര്യത്തിന് ഓടിയെത്താൻ നമ്മൾ ഉഷാറല്ലേ? 45 അതെങ്ങനെ പിടിച്ചതെന്നറിയോ? ഒരു പാവപ്പെട്ടവൻ 10 രൂപയ്ക്ക് പോയിട്ട് 5 ലക്ഷം രൂപ മുൻകൂറായി വന്നു. അയാൾ മരണപ്പെട്ടു പോയപ്പോ ആ പള്ളിയുടെ പ്രവർത്തകര് ഒരു പ്രത്യേക ആദർശത്തിൽ ജീവിക്കുന്നവരാണ് അവര് വന്നിട്ട് ഈ മരണപ്പെട്ടു പോയവരുടെ മക്കളോട് പറഞ്ഞു, ഒന്നെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ജുമാ നിസ്കരിച്ച് പൂർത്തിയാക്കണം, ഇല്ലെങ്കിൽ 5 ലക്ഷം രൂപ തിരിച്ചു തരും. അവര് പറഞ്ഞു, വാപ്പ വാങ്ങി ഈ വാപ്പാരുടെ പോയി വാങ്ങിച്ചോ, നമുക്ക് അതിനുള്ള നേരമില്ല, നമ്മൾ നിങ്ങളെ വഴി തിരിഞ്ഞൊക്കെ വരുന്നില്ല. അപ്പൊ ഇങ്ങനെ AC പള്ളികൾ, അലങ്കാരമുള്ള പള്ളികൾ ഈ സമുദായത്തിന് കുറവുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു സംഘടനയുണ്ടായാൽ ആ സംഘടനയ്ക്ക് നാട്ടിൽ ഒരു പള്ളി വേണമെന്നുള്ള നിർബന്ധ ബുദ്ധിയിൽ ഈ സമുദായം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പള്ളികൾക്ക് ഇന്ന് കുറവില്ല. പിന്നെ എന്തിനാ കുറവുള്ളത്? സംഘടനകൾക്ക് കുറവുണ്ടോ? 8 റക്അത്തിനൊരു സംഘടന, 20 റക്അത്തിനൊരു സംഘടന, 23 റക്അത്തിന് മറ്റൊരു സംഘടന, മൗലൂദിന് സംഘടന, കുത്തുബിയത്തിന് സംഘടന, സാധുക്കളെ സഹായിക്കാൻ സംഘടന, നബിദിനത്തിന് സംഘടന, ചെറിയ പെരുന്നാളിന് സംഘടന, വലിയ പെരുന്നാളിന് സംഘടന, സക്കാത്തിന്റെ സംഘടന, സക്രാത്തിന്റെ സംഘടന. അങ്ങനെ മുസ്ലിം സമുദായം തൊടുന്നതിനും തൊടാത്തതിനുമല്ല ആയിരക്കണക്കിന് 10,000-കണക്കിന് സംഘടനകൾ പോലെ കേരളത്തിന്റെ നടുമധ്യത്തിൽ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ സംഘടനകൾക്ക് കുറവുണ്ടോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, കുറവില്ല. പിന്നെ എന്തിനാ കുറവുള്ളത്? സംഘടനകൾ പുറത്തുവിടുന്ന പ്രസിദ്ധീകരണങ്ങൾക്ക് കുറവുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് വായിക്കാൻ തുടങ്ങുന്ന മാസികകൾ മുതൽ പ്രായമായ ചെറുപ്പക്കാർക്ക് വായിക്കാൻ പറ്റുന്ന വാരികകൾ മുതൽ പ്രായം ചെന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാൻ മസാലകൾ ചർച്ച ചെയ്യുന്ന മാസികകൾ വരെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം എന്റെ പ്രിയപ്പെട്ടവരെ ഇർഫാദ് മുതൽ പൂങ്കാവനം മുതൽ അന്നസി മുതൽ ഇർഫാദ് മുതൽ സുന്നി അഫ്ഗാൻ പോലെ അൽബുസ്താൻ പോലെ പൂങ്കാവനം പോലെ കുടുംബം പോലെ എന്റെ പ്രിയപ്പെട്ടവരെ ബോധനം പോലെ പ്രബോധനം പോലെ, അത് മാത്രമല്ല നൂറുകണക്കായ വാരികകൾ ഇസ്ലാമിക സമുദായത്തിന്റെ പല ഭാഗത്തു നിന്നും മുസ്ലിം വീടുകളിലേക്ക് പൈസ കൊടുത്തും കൊടുക്കാതെയും വന്നെത്തിക്കൊണ്ടിരിക്കുമ്പോ അതിന് കുറവുണ്ടോ? ഇല്ല. പിന്നെന്തിനാ കുറവുള്ളത്? കാസറ്റുകൾക്ക് കുറവുണ്ടോ? അതാ ഇവിടെ വിളിച്ചോണ്ടിരിക്കുക, നടക്കട്ടെ, അവരുടെ ചെറുപ്പക്കാര് തുടക്കമില്ല, അവരുടെ മനസ്സിനെ സങ്കടപ്പെടുത്തണ്ട. അപ്പൊ അങ്ങനെ കാസറ്റുകൾക്ക് കുറവുണ്ടോ? മിണ്ടിയാൽ ഇന്ന് കാസറ്റാണ്, മിണ്ടിയാൽ കാസറ്റാണ്. അതുപോലെ തന്നെ ക്ലിപ്പ്, നൗഷാദ് വാക്കവി എന്തെങ്കിലും അറിയാതെ ചിലപ്പോ എന്തെങ്കിലും ഇടയിൽ എന്ന് പറഞ്ഞു പോയാൽ ക്ലിപ്പാണ്. അപ്പോഴേ കരുനാഗപ്പള്ളി ടൗണിൽ വാക്കവിയുടെ ക്ലിപ്പിടുന്നു, കായംകുളത്ത് വാക്കവിയുടെ ക്ലിപ്പിടുന്നു, ഓച്ചറയിൽ വാക്കവിയുടെ ക്ലിപ്പിടുന്നു. അങ്ങനെ വാക്കവിയുടെ ക്ലിപ്പിടും. പക്ഷേ അള്ളാഹു ക്ലിപ്പിടാതെ നോക്കി വാക്കവീരെ, സക്കാവീരെ, അഷ്റഫീരെ, അക്രമീരൊക്കെ ക്ലിപ്പ് ആർക്കും ഇടാലോ. പക്ഷേ അള്ളാഹു സ്വന്തമായിട്ട് ചിലരെ ക്ലിപ്പിടും. ആ ക്ലിപ്പ് വീണു പോയാൽ അത് വലിയ പ്രശ്നമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ എല്ലാം കാസറ്റുകൾ, പുസ്തകങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ, പള്ളികൾ, അറബി കോളേജുകൾ, യതീം ഖാനകൾ, അഗതി മന്ദിരങ്ങൾ. നമ്മൾ നോക്കണം, അഗതി മന്ദിരങ്ങൾ, അനാഥ മന്ദിരങ്ങൾ കേരളത്തിൽ ഇല്ലേ? ഊനുകണക്കിന് എന്റെ പ്രിയപ്പെട്ടവരെ മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യത്ത് ഒരു മാസം കാട്ടവരുടെ ആട്ടും തൂപ്പും കേട്ട് കഷ്ടപ്പെട്ട് 10,000 രൂപ ശമ്പളം വാങ്ങി നാട്ടിലേക്ക് അയക്കാൻ നിൽക്കുമ്പോ നാട്ടിൽ നിന്ന് വരികയാണ് 3 പേര്. നിങ്ങളെ കരുനാഗപ്പള്ളിയിൽ നിന്ന് വന്നതാ,
നമ്മുടെ തീങ്കാനയുടെ കാര്യം വലിയ പ്രശ്നത്തില, നമ്മുടെ അറബി കോളേജിന്റെ കാര്യം വലിയ പ്രശ്നത്തില, നമ്മുടെ ക്യാൻറ്റീനിങ്ങിന്റെ കാര്യം വലിയ പ്രശ്നത്തില. അതുകൊണ്ട് ഒരു 5000 രൂപ തന്നെ സഹായിക്കണം. അയാൾ പറഞ്ഞു വീട്ടില് ഭാര്യയ്ക്ക് പ്രസവമൊക്കെ അടുത്തിരിക്കുകയാണ്, പ്രസവം സുഖമായി നടക്കണമെങ്കിൽ 6000 റോദാർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇയാള് പറയാം അത് പിന്നെ ചിലപ്പോ നിങ്ങൾ കുഞ്ഞിനെ കാണാതെ ഇവിടെ ഞാൻ മരിച്ചു പോയാലോ. അല്ലോ അങ്ങനെ പറയല്ലേ, 10000 രൂപ പ്രസവം അവിടെ എങ്ങനെ നടക്കട്ടെ, എനിക്ക് നാട്ടിലെത്തണേ ഭാര്യ. അങ്ങനെ 10000 അവിടെ കൊടുക്കും. ഇത് ഞാൻ തീങ്കാനം നടത്തുന്നവരെ കുറ്റപ്പെടുത്തിയതല്ല, അഗതി മന്ദിരം നടത്തുന്നവരെ കുറ്റപ്പെടുത്തിയവരല്ല. ഇങ്ങനെ 100 പേര് പോയി വാങ്ങുമ്പോൾ സത്യസന്ധരായ വാപ്പയില്ലാതെ പൊട്ടിക്കറിയുന്ന അനാഥ മക്കളും എത്ര യതീംഖാനയിലുണ്ടെന്ന് എന്റെ സമുദായം ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, അർഹതപ്പെട്ട അനാഥ മക്കളുടെ വാപ്പമാര് എന്നും വെള്ളിയാഴ്ച നിസ്കാരം കഴിയുമ്പോ സാറ് വിരിച്ചിട്ട് എന്റെ മോളെ കെട്ടിക്കിടമെന്ന് പറഞ്ഞ് ഉച്ചാരിച്ച് കൈനീട്ടി നിൽക്കുമ്പോ പോക്കറ്റിൽ നിന്ന് 2 രൂപയുടെ തൊട്ടെടുത്തെറിഞ്ഞു കൊടുത്തിട്ട് ഓടിപ്പോകുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അതാണ് അർഹതപ്പെട്ടവരെന്ന് ഞാനും നിങ്ങളും മറന്നു പോകരുത്. അർഹതപ്പെട്ടവർ എത്ര പേരുണ്ട് നമ്മൾ ചിന്തിക്കണം. 313 മക്കൾ എന്റെ യതീംഖാനയിലുണ്ടെന്ന് പറഞ്ഞ് ഗൾഫിൽ പണം പിരിച്ചു. ഒരു വർഷത്തെ ഫുൾ ചെലവ്, ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഒരു വിദേശ രാജ്യത്തുള്ള തിരുവനന്തപുരം ജില്ലയുടെ വളവുവെച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു സഹോദരൻ ഏറ്റെടുത്തി. ഒരു വർഷത്തെ മുഴുവൻ ദിവസത്തെയും ഉച്ചഭക്ഷണം എത്ര രൂപയാവും നിങ്ങൾക്കറിയോ? വലിയ ചെലവാണ്. അതങ്ങനെ ഏറ്റെടുത്തിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ നാട്ടിൽ വന്നപ്പോ ഭാര്യ പറഞ്ഞു, നമ്മള് ഒരു വർഷം ചെലവ് കൊടുത്ത നമ്മുടെ യതീംഖാനയിൽ നമുക്ക് പോയി അവരെ കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിച്ചാലോ, മനസ്സിന്റെ ഒരു ആഗ്രഹമില്ലേ? അവിടെ ചെന്നപ്പോ 313 മക്കളുണ്ടെന്ന് പറഞ്ഞ യതീംഖാനയിൽ 13 മക്കൾ പോയിട്ട് 10 പേര് പോലും ഇല്ല. അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞു എല്ലാവരും ലീവ് വിട്ടിരിക്കുകയാണ് അത്ര. അപ്പൊ ലീവ് കഴിഞ്ഞ് എന്ന് വരും? അപ്പൊ നമ്മൾ വരാന്ന് പറഞ്ഞപ്പോ പറയാം, ഈ കോളേജ് തിരിച്ചുവിടാൻ പോ, അവരൊന്നും തിരിച്ചു വരണം കൂടിയില്ല. കാരണം ഇവര് വന്ന് പിന്നെ പ്രശ്നം ഉണ്ടാക്കരുത്. വല്ലാഹി ആണയിട്ടുകൊണ്ട് ഞാൻ ഈ സദസ്സിൽ പറയുകയാണ്, നമ്മുടെ കേരളത്തിന്റെ കൊല്ലം, തിരുവനന്തപുരം 2 ജില്ലകളിൽ പ്രധാനപ്പെട്ട സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒരു യതീംഖാനയുടെ അവസ്ഥയാണ്. നമ്മൾ ഓർക്കണം, ബഹുമാനപ്പെട്ട മഅദനി ഉസ്താദിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നാട്ടിൽ. എന്റെ ഒരു കൂട്ടുകാരൻ കാണാൻ പോയപ്പോ ഇപ്പം പറഞ്ഞു അത്രേ, അൻവാറശ്ശേരിയിലെ മക്കളെ കാര്യം നിങ്ങൾ മറക്കല്ലേ, ഞാൻ മരണപ്പെട്ടു പോയാലും ആ മക്കളെ നിങ്ങൾ പറ്റിരിക്കണമേ എന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, അർഹതപ്പെട്ട സ്ഥാപനങ്ങൾക്ക് കൊടുക്കാൻ മനസ്സുള്ളവർ ആരാവുള്ളത്? ഏഷ്യാനെറ്റിന് വന്നാൽ, സൂര്യന് വന്നാൽ അതിനൊക്കെ പൈസ കൊടുക്കും. അർഹതപ്പെട്ട ആരും അറിയാതെ എവിടെയെങ്കിലും കിടക്കുന്ന പാവപ്പെട്ട മക്കള്, സാധുക്കൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിത്യവൃത്തിക്ക് വകയില്ലാതെ കിടക്കുന്ന അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ ഈ സമുദായം ഇനിയും രംഗത്ത് വന്നിട്ടില്ല. അള്ളാഹു അതിനുള്ള മനസ്സ് നമുക്ക് തരട്ടെ. അർഹതപ്പെട്ട യതീംഖാനകൾ അള്ളാഹു വളർത്തട്ടെ. അർഹരായ യതീമക്കൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മരിക്കുന്നതിന് മുമ്പ് നല്ല മനസ്സോടുകൂടി കൊടുക്കാൻ അള്ളാഹു നമ്മെ തെരഞ്ഞെടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്തിനാ പിന്നെ നമുക്ക് കുറവുള്ളത്? ആകെ ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയതെന്തെന്നറിയോ? പണമില്ലേ? നിങ്ങളൊക്കെ പാവപ്പെട്ടവരാ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിലപ്പോ ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ ചിലപ്പോ മനസ്സുകൊണ്ട് വിചാരിക്കുമ്പോൾ പാവപ്പെട്ടവരെ അതുകൊണ്ട് 10 രൂപ ഇട്ടേക്കാം. പക്ഷേ പിരിവ് പള്ളിക്കാർ വരുമ്പോ നമ്മൾ 100 കണക്കിന് കണക്കുകൾ നമ്മൾ പറയും. അന്ന് തന്നു, ഇന്ന് തന്നു, പിന്നെ റമദാൻ വരെയാണ്, അവിടെ പോണം, പച്ചാപ്പ സുഖല്ല അടക്കള്, അങ്ങനെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറെ ഒഴിവ് കഴിവുകൾ നമ്മൾ പറയും. എന്നാൽ എന്റെ സഹോദരങ്ങളെ, ആരാണ് പാവപ്പെട്ടവര്? നിങ്ങൾ പാവപ്പെട്ടവരാണോ? ഫലസ്തീനിലെ ഇന്തിഫാദയുടെ മക്കളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പറന്നു പോകുന്ന വിമാനത്തിലൂടെ 1000 റൊട്ടിക്കഷണങ്ങൾ വാരിയെറിയുമ്പോ 10000 കൈകളാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരു റൊട്ടിക്കഷണത്തിൽ 2 പൊക്കിയിട്ട് പൊട്ടിക്കറിയുന്നതെങ്കിൽ എന്റെയും നിങ്ങളുടെയും വീടിനകത്തിരിക്കുന്ന, ഫ്രിഡ്ജിനകത്തിരിക്കുന്ന ഭക്ഷണത്തിന്റെ കണക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് എടുക്കാൻ പറ്റോ? ഞാനും നിങ്ങളും വേസ്റ്റ് ബോക്സിലേക്ക് തള്ളിക്കളയുന്ന ഭക്ഷണത്തിന്റെ കണക്ക് നമുക്ക് എടുക്കാൻ പറ്റോ? ആരാണ് പാവപ്പെട്ടവര്? ഈ പരിശുദ്ധമായ കാഞ്ഞിപ്പുഴയുടെ പരിസരത്തുള്ള പരിശുദ്ധമായ പള്ളിയുടെ അനുഗ്രഹീതമായ വേദിയിൽ വന്ന് എന്റെ മുമ്പിൽ നിൽക്കുന്ന സഹോദരങ്ങളോട് ചോദിക്കുകയാ, നിങ്ങൾ പാവപ്പെട്ടവരാണോ? ഏറ്റവും കുറഞ്ഞത് 1500 രൂപയുടെ മൊബൈലെങ്കിലും ഓരോരുത്തരുടെ കയ്യിലില്ലേ? 1500 രൂപയുടെ മൊബൈലെങ്കിലും ഇല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കി. 1500 രൂപയുടെ മൊബൈലെങ്കിലും നിങ്ങൾ ഓരോരുത്തരുടെയും കൈകളിൽ. അത് തന്നെ ഏറ്റവും അള്ളാഹു നമുക്ക് തന്ന സമ്പത്തല്ലേ. ഇതൊന്നും ചിന്തിക്കണ്ട. സാമ്പത്തികമായി ഒരുപാട് അനുഗ്രഹം റഹ്മാനായ റബ്ബ് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്.
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ അനുഗ്രഹങ്ങളെല്ലാം ഏറ്റുവാങ്ങിയ നമുക്ക് പിന്നെ നഷ്ടപ്പെട്ടു പോയതെന്താ? ഈ സമുദായത്തിന് അല്ലാഹു പണം കൊടുത്തതുപോലെ ലോകത്ത് വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? എറണാകുളത്ത് ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരാളാണ് മണ്ണിൽ മുഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാൾ. പണ്ട് സിനിമയുടെ പ്രൊഡ്യൂസറൊക്കെ ആയി മണ്ണിൽ മുഹമ്മദ്. അയാൾ നന്നാവാൻ കാരണം അയാളുടെ പേരാണ് അത്ര. ഒരു പത്രത്തിൽ വായിച്ചതാണ്. കാരണം അയാൾ പറയുന്നു, ഞാൻ എത്ര കോടീശ്വരനായാലും എന്റെ പേര് മണ്ണിൽ മുഹമ്മദ് എന്നായതുകൊണ്ട് എനിക്കൊരു മണ്ണിൽ 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 എന്ന് പറയുമ്പോൾ മുകളിൽ മുഹമ്മദ് എന്നായിരുന്നെങ്കിൽ മുകളിൽ മുഹമ്മദ്. ഒരു സഹോദരന്റെ പേര് നേരത്തെ ഇവിടെ വാങ്ങില്ല, ചെറിയ വീട്ടിൽ, കൊച്ചു വീട്ടിൽ, കൊച്ചു വീട്ടിൽ മണ്ണിൽ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വലിയ വീട്ടിൽ നിന്നാകുമ്പോ മനസ്സുണ്ടോ? അപ്പൊ കുഴപ്പമില്ല, തർക്കമില്ലാത്ത വീടാ. കൊച്ചു വീട്ടിൽ എന്ന് പറയുമ്പോ എത്ര കൊട്ടാരം വെച്ചാലും കൊച്ചു വീട്ടിലെന്നല്ലേ. അപ്പൊ പേരിന് ഒരു ചെറിയ ഒരു സൂക്ഷ്മത. അപ്പൊ ഈ മണ്ണിൽ മുഹമ്മദ് എന്ന പേര് കൊണ്ട് ഞാൻ നന്നായി. അയാളുടെ വീടിന്റെ അകത്ത്, റൂമിന്റെ അകത്തിരുന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, ഫ്രണ്ടിലുള്ള സ്ക്രീനിലൂടെ ദുബായിലുള്ള 40ഓളം കച്ചവട സ്ഥലങ്ങളിലുള്ള കണക്കുകൾ അന്നോടന്ന് വൈകുന്നേരം അയാൾ സ്വന്തം റൂമിനകത്തിരുന്ന് എറണാകുളത്തിരുന്ന് കണക്ക് കൂട്ടിയിട്ട് ശമ്പളം കൊടുക്കുകയാണ്. എവിടെ ശമ്പളം കൊടുക്കും? ദുബായ്. അത്രത്തോളം സെറ്റപ്പ് ഉള്ള കൊടുത്തത് ആർക്കാ? ഈ സമുദായത്തിലെ മുസൽമാൻ. പണം അല്ലാഹു ആർക്കോര് കൊടുത്തില്ലേ? ഏറ്റവും വില കൂടിയ പള്ളികൾ വെച്ചിരിക്കുന്നതാരാ? കരുനാഗ പള്ളികളിൽ ഇങ്ങോട്ട് വരുമ്പോ താജ്മഹലാണെന്ന് പറഞ്ഞ് പലരും പറ്റിച്ചുകൊണ്ട് ഭാര്യമാരെ കൊണ്ട് കാണിക്കുന്ന ഒരു പള്ളിയുണ്ട്. കല്യാണം കഴിഞ്ഞ് നമുക്ക് താജ്മഹൽ കാണാൻ പോവാന്ന് പറയും ഭാര്യ പറയും ഓക്കെ. അങ്ങനെ പിടിച്ച് വണ്ടിക്കകത്ത് കയറ്റി നേരെ കൊണ്ടുവന്ന് കരുനാഗപ്പള്ളി. മച്ച ഇത് കണ്ട സ്ഥലം പോലെ ഓടി അവിടെ കണ്ട സ്ഥലം ഇതൊക്കെ വേറെ. ഒരുപാട് പണ്ട് സായിപ്പന്മാര് ഈ പാളയപ്പള്ളിയുടെ ചുറ്റും ഓട്ടോ ഇട്ട് കറക്കണ പോലെ അങ്ങനെ കറക്കി കറക്കി കൊണ്ടുവന്ന് ഇതാണ് താജ്മഹൽ. അപ്പൊ ഈ താജ്മഹലിന്റെ മുമ്പ് ഇങ്ങനെ വെള്ളം വീണ സാധനം ഉണ്ടല്ലോ, അത് അവിടെ കുറച്ചൊരു ഒതുകൊടുത്തോണ്ടിരിക്കാതെ ഇത് കഴിയുമ്പോ കൊണ്ട് വിറ്റ് ചെയ്യണമെന്നില്ല. താജ്മഹൽ നിസ്കാരം അങ്ങനെ ഭാര്യമാരെ കൊണ്ട് ഹണിമൂൺ ട്രിപ്പിന് പറ്റിക്കുന്നവരുമുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോ മുസ്ലിം സമുദായത്തിന്റെ പള്ളികളാണ് വിലപിടിപ്പുള്ള പള്ളികൾ. ഓർക്കെന്റെ സഹോദരങ്ങളെ, എല്ലാ അർത്ഥത്തിലും ഏറ്റവും അധികം അല്ലാഹു അനുഗ്രഹിച്ച സമുദായം, സൗന്ദര്യം അല്ലാഹു ഏറ്റവും അധികം കൊടുത്തിരിക്കുന്നത് ആർക്കാ? എന്റെ ഈ മദ്രസ ഹാളിനകത്തിരിക്കുന്ന ഗ്രൗണ്ടിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരാണെങ്കിലും മിസ് ഇന്ത്യ മത്സരത്തിന് വേണ്ടി പോയാൽ ആണയിട്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ വിജയിക്കും പ്രിയപ്പെട്ട പെങ്ങളെ. ഇവിടെയുള്ള നമ്മുടെ നാട്ടിലുള്ള അബ്ദുൽ ഖാദർ ആക്കാടെ മോളും സൈനൻകുട്ടി ആക്കാരുടെ മോളും ഒക്കെ മിസ് ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കാൻ പോയാൽ ഐശ്വര്യ റായി ഒക്കെ മാറി നിൽക്കും. അവര് ജയിക്കും. കാരണം എന്താണെന്നറിയോ? അതാണ് സൗന്ദര്യം, നാടൻ സൗന്ദര്യമാണ്. മറ്റുള്ളവരെ പോലെ 2.5 കിലോ വേരല്ലൂലി വാങ്ങി മോന്തെ തേച്ച് 4 കിലോ മറ്റേ മരുന്ന് വാരി കല്ല് തേച്ച് ഇങ്ങനെ നടക്കണവരല്ല. അതുകൊണ്ട് അതിന് പ്രത്യേകതയുണ്ട്. ഇവർക്കൊക്കെ പവറുണ്ട് എന്ന് പറഞ്ഞ് നാളെ വാതിന് വരാതെ രാവിലെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകരുതായിരുന്നു. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞത് നിങ്ങൾ മോശക്കാരെല്ലാം നയിക്കാൻ വേണ്ടി. ഏറ്റവും അധികം സൗന്ദര്യം എന്ന് പറയുന്നത് മുസ്ലിം പെൺകുട്ടികൾക്കല്ലേ? ഓർത്തു നോക്ക് നിങ്ങൾ. ബാഹു അങ്ങനെ കൊടുത്തിരിക്കുന്നത്.